എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസിയും ആയിട്ടാണിത് ഇരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേലും ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊന്ന് ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പോളം പാല് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 15 മിനിറ്റോളം മൂടി വെക്കാം. അപ്പോഴേക്കും ഇത് ബട്ടർ മിൽക്കായിട്ട് നമുക്ക് കിട്ടും. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് സവോളയും കൂടെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം. വെളുത്തുള്ളി ചെറുതാണെങ്കിലും ഒരു 3-4 എടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ബട്ടർ മിൽക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവോളയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളക് പൊടിയാണിത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റും ഫ്ലഫി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, ഓവറായിട്ട് ചേർക്കണ്ട. ഇനി ഒരല്പം കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെക്കണം. ഞാനിവിടെ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നില്ലാത്തതും എടുക്കാം. സ്കിന്നുള്ളത് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ചിക്കൻ ഇതിലേക്കൊന്ന് മുക്കി വെക്കണം. ഞാനിവിടെ 6 പീസോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഇതൊരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ഇനി ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. എങ്കിലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം മൈദയാണ് എടുത്തിരിക്കുന്നത്. 125 ml കപ്പാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നതിനേലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നല്ല തണുത്ത വെള്ളമാണ് നല്ലത്. തണുത്ത വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കട്ടയില്ലാതെ നല്ലതുപോലെ കിട്ടും നമുക്ക്. ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് തിക്കായിട്ട് ഇരിക്കരുതും. നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. 2 കപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 6 പീസ് ചിക്കനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് ചേർക്കണമെന്നില്ല. നിങ്ങൾ 1.5 കപ്പ് ചേർത്താലും മതി. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം 2 കപ്പ് മൈദ എടുത്തിട്ട് എനിക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഒരു 1.5 കപ്പ് എടുത്താലും മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തന്നെ ചെയ്തെടുക്കണം. മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിവിടെ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച് മിക്സിലേക്ക് ചിക്കൻ ഒന്ന് മുക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം.
ഇപ്പം നമ്മൾ ചെയ്യുന്ന 2 സ്റ്റെപ്പും കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം. എങ്കിലേ കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുകയുള്ളൂ. പുറം ഭാഗമൊക്കെ നല്ലതുപോലെ കോട്ടായി കിട്ടണം. ഇനി നമുക്കിത് മൈദയിൽ മുക്കി വെക്കാം. മുക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ എല്ലാ ചിക്കനും കൂടെ ഒരുമിച്ച് കോട്ട് ചെയ്ത് വെക്കരുത്. നമ്മൾ ഫ്രൈ ആക്കാനിടുന്നത് മാത്രം ചെയ്യുക. ഇപ്പം നിങ്ങൾ വെക്കുന്ന ചട്ടിയിൽ 2 എണ്ണ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അത് 2 എണ്ണം ആദ്യം കോട്ട് ചെയ്തെടുത്തിട്ട് അത് മൊരിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും അടുത്തത് കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ നല്ലതുപോലെ ചിക്കനിലേക്ക് ഈ മൈദ ഇങ്ങനെ പൊത്തി പൊത്തി വെച്ച് അതിലേക്ക് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നനവുള്ള ഭാഗത്തൊക്കെ മൈദപ്പൊടി കൊണ്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ വ്രിങ്കിൾസ് വരും. അവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയ വ്രിങ്കിൾസോട് കൂടിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. എന്താ കറക്റ്റ് ആ പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ആദ്യം ഫ്രൈ ചെയ്യുന്നത്. 2 എണ്ണ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. തീരെ ലോ ഫ്ലെയിമിലേക്ക് ഇടരുതും. ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപാട് എണ്ണ കുടിക്കും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം ഒരു 5-6 മണിക്കൂറോളം നമ്മൾ മിക്സിലിട്ട് വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനിയും മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് അടുത്ത സെക്ഷനിലേക്കുള്ള ചിക്കൻ ഞാനിവിടെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത് മൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ ചിക്കനും കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ പോലെ ആയിപ്പോവും. ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു.